വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഈ ബോട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കൂട്ടുകാരൊക്കെ കൂട്ടിക്കൊണ്ട് പോയി ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ. ഓക്കെ, കാണാം. പോയിട്ട് വാ മോനെ. ഇവരെയൊക്കെ കൂട്ടിട്ട് നമ്മുടെ നാടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കേ ബോട്ടില്. ടാറ്റാ. 3 ദിവസമായി കഴിക്കാൻ വല്ലതും എനിക്ക് കിട്ടിയിട്ട. ഒറ്റ ദിവസം കൊണ്ട് 5 വെറൈറ്റി സാധനങ്ങളോ? എന്റെ ചങ്ക, എന്റെ ബ്രോ ചിങ്കം സാറേ, ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. നല്ല കാഴ്ചകളാ ഇവിടെ. മോട്ടു അതെ, എന്തായി പറഞ്ഞു വരുന്നേ? എന്റെ അമ്മോന്ന് പുറകെ നോക്ക്. അനക്കൊണ്ട ചേട്ടാ, 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. എല്ലാവരും കിടന്ന് നിലവിളിക്കാണല്ലേ? അല്ലേ അല്ലേ അല്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് പാമ്പെന്ന് പറയാൻ പറ്റിയില്ല? അത് മനക്കൊണ്ട് പാമ്പാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്റെ മോട്ടു പേടിച്ചിട്ടാ സൗണ്ട് പുറത്തു വരാതിരുന്നത്. പാമ്പെന്ന് പറഞ്ഞൊരു വാക്ക് മാത്രമല്ലേ പുറത്തു വരാതിരുന്നുള്ളൂ, ബാക്കിയെല്ലാം പുറത്തു വന്നല്ലോ. നീ ഇങ്ങോട്ട് വന്നതല്ലേ, പിന്നെ എന്താ അതിനടുത്തേക്ക് പോയത്? എനിക്ക് ചീറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ പത്തലു, ഞാൻ 1 മിനിറ്റ് സമയം എന്ന് പറഞ്ഞല്ലേ വന്നത്. എന്റെ സമയം കഴിഞ്ഞപ്പോ ഞാൻ തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. അവിടുന്ന് വേഗം ഓടാൻ നോക്ക്. ഓടിക്കോ ഓടിക്കോ, വേഗം ഓടിക്കോ, കേറിക്കോ കേറിക്കോ, വേഗം കേറിക്കോ. അതിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ അനക്കൊണ്ട ചേട്ടാ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഈ ബാൻഡ് ഒന്ന് ഇടൂ. ഇത് കാരണം നമുക്ക് അവരോടും അവർക്ക് നമ്മളോടും സംസാരിക്കാൻ കഴിയൂ. നീ എന്തുകൊണ്ടാ ഞങ്ങൾക്ക് നിന്റെ ഫ്ലൈയിങ് ഹെൽമെറ്റ് തരാതിരുന്നത്? അയ്യോ അമ്മേ, എന്റെ അമ്മ, അയ്യോ. മടങ്ങി വരൂ. ഇല്ല, എല്ലാരും എന്റെ വായ്ക്കകത്ത് പോകോ. ഈ സമയത്ത് ഫ്ലൈയിങ് ഹെൽമെറ്റ് ആണ് നമുക്ക് വേണ്ടത്. ബാൻഡ് എന്തിനാ തന്നത്? എത്ര നേരാന്ന് വെച്ചിട്ട് ഇതിന്റെ വായുടെ മുന്നിൽ ഡാൻസ് കളിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അനക്കൗണ്ടയുടെ വയറ്റിലേക്ക് പോവാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഉള്ളപ്പോ ഈ അനക്കോണ്ടയെ കൊണ്ട് നിങ്ങളെ ആരും തിന്നാൻ ഞാൻ അനുവദിക്കില്ല. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, എന്റെ പുറകിലുള്ള ഫ്ലൈയിങ് ഹെൽമെറ്റ്സ് ഒന്ന് വേഗം എടുക്കൂ. ബോട്ട് എത്രയും വേഗം കരക്കടിപ്പിക്കാൻ നോക്ക്. കരയിലെത്തി കഴിഞ്ഞാൽ അനക്കോണ്ട തന്നെ ഓടിപ്പോയിക്കോളും. മോട്ടു, ബോട്ടിന്റെ സൈഡിലേക്ക് തന്നെയല്ലേ വലിക്കുന്നേ? അതേ പത്തലു. എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? ആ സമയത്ത് ഞാൻ കുറച്ച് പേടിച്ചു, സത്യവാ. പക്ഷെ ഇപ്പോഴെങ്ങാനും അതെന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ അതിനെ ശരിക്കും പാഠം പഠിപ്പിക്കും. അല്ല പിന്നെ. എവിടെയാണെന്ന് അറിയോ? എന്തിനാണ് വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ നിലവിളിച്ചോണ്ടിരിക്കുന്നത്? ഞാനെന്താ ഇപ്പൊ അനക്കോട്ടയുടെ അടുത്തെങ്ങാനാണോ ഉള്ളത്? 1 മിനിറ്റ് കാണിക്കാം. അല്ല, അവൻ എവിടെ പോയതാ?
പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. സമൂസ കഴിക്ക്, എന്നിട്ട് വേഗം പണി തുടങ്ങ്. സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങാനോ? ഈ നേരത്ത് ഞാൻ എവിടെ പോയി സമൂസ കഴിക്കാനാണ്? മോട്ടു, അത് കടയിൽ പോയിട്ട് വേണം വാങ്ങിക്കാൻ. ബോട്ടിൽ സമൂസയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. സമോസ ഉണ്ടാക്കുന്ന കട എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, സീ യു. വേഗം പാട്ടോ. സമൂസ കഴിക്ക്, കളി തുടങ്ങ്. ഇതിനെന്താണ് അർത്ഥം പറ. എന്റെ അനക്കോണ്ട ചേട്ടാ, സമൂസയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അറിയോ? സമൂസ കഴിച്ചതിന് ശേഷവും ഞാൻ എന്തും ചെയ്യും. സമൂസയുടെ മണം വന്നാൽ തന്നെ മതി, ഞാൻ ഇങ്ങനെ പറന്ന് നടക്കും. ഓ, അങ്ങനെയാണോ? എന്നാ ഒരു മിനിറ്റ്, ഞാനിതാ ഇപ്പം വരുന്നു. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ ഫ്ലൈയിങ് ഹെൽമെറ്റ് എനിക്ക് കുറച്ച് സമയത്തേക്ക് തരാമോ? താങ്ക് യു. എന്റെ അമ്മോ, ചിങ്കം സാറേ, ശരി, അനാക്കോണ്ട തിരിച്ചു വരുന്നതിന് മുമ്പ് ചിങ്കം സാറെ രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാ. അല്ല, ഇതെന്താ പറക്കുന്ന ആനക്കൊണ്ടയോ? അയ്യോ, അല്ല, ഇതെന്താ ആനക്കൊണ്ട പറക്കുന്നോ? ഇത് എങ്ങനെ സംഭവിക്കും സാറേ? ചിങ്കം സാറേ വരൂ. വെള്ളം വെള്ളം, ഇവിടെ മൊത്തം വെള്ളമാണ്. വരൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. ആ അനാക്കോണ്ട നമ്മളെ ഇവിടെ വിട്ടിട്ട് പോയി. നമ്മള് രക്ഷപ്പെട്ടു. ഇന്ന് പിടിച്ചോ, ഞാൻ സമോസ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മണം. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യാൻ പോകുന്നേ? എല്ലാവരും എന്നെ ഒന്ന് പിടിക്ക്, എന്നിട്ട് പുറകോട്ട് വലിക്ക്. നിങ്ങൾ പൊക്കോ, ഞാനിവിടെ മുറുക്കി പിടിച്ചോളാം. മോട്ടു, സമൂസേ, 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 സമൂസേ. നല്ല മണം. എന്റെ മോട്ടു, നീ സമൂസ കഴിക്കാൻ വേണ്ടിട്ട് അതിന്റെ വയറിലേക്കാ പോകുന്നത്. നിനക്ക് സമൂസ കഴിക്കാൻ പറ്റില്ല. അതിന്റെ മുൻപ് തന്നെ ഇവൻ നിന്നെ കഴിക്കും. ഇത് വളരെ നോട്ടിയായ ഒരു അനാക്കോണ്ടയാണ്. നിന്നെ കഴിക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ അംഗീകരിച്ചിട്ടേ ഇല്ലല്ലോ. നിക്ക്, അതിന് ശരിക്കൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. അനക്കോണ്ട, നിന്റെ കളിയൊക്കെ ഇതോടെ നിർത്തിക്കോ. മോട്ടു വേണ്ട. എന്തേ, നിനക്ക് ഞങ്ങളെ കാണുമ്പോൾ തമാശയായിട്ട് തോന്നുന്നു? കുറെ നേരമായില്ല ഞങ്ങളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അവിടെയും എന്നെ വിഴുങ്ങാനാണല്ലോ നിനക്ക് ഭയങ്കര താല്പര്യം. ഞാൻ നിന്റെ പുറകെ മാത്രം വരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ നീ വളരെ ജ്യൂസിയാണ്, പിന്നെ സ്ട്രോങ്ങും. ഡോക്ടർ ജഡ്കയും എന്നെ പോലെ തന്നെയാണല്ലോ ഉള്ളത്. ഞാനിവിടെ മോട്ടു നിന്നെ പോലെ തടിച്ചിട്ടുള്ളത്. ഞാനിതാ മെലിഞ്ഞിരിക്കുകയല്ലേ. യോ ചേട്ടാ, പെട്ടെന്ന് എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഗസീട്ടാറാമേ, ചിങ്കം സാറേ, നിങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പമില്ലല്ലോ. അല്ലല്ല, ഇത് ചീറ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ദൈവം. നിങ്ങളെല്ലാവർക്കും അവരവരുടെ പ്രശ്നമാണ് പ്രധാനം. എന്റെ സാഹചര്യം കുറച്ച് മനസ്സിലാക്കൂ. ഞാൻ വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി. നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ എന്റെ വിശപ്പടക്കാനുള്ള നല്ല ഇരകളാണെന്ന് തോന്നി. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളാണെങ്കിൽ എനിക്ക് കഴിക്കാൻ ഒന്നുപോലും തന്നില്ല. ഞാൻ അറിയാതെ പോയല്ലോ. നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? എന്നാ പിന്നെ എന്നെ കഴിച്ചോളൂ. എന്നെ മാത്രം നോക്കണ്ട, എന്റെ കൂട്ടുകാരെ ഒക്കെ കഴിച്ചോളൂ. പത്തലു, എല്ലാരും ലൈനിൽ വന്ന് നിൽക്കൂ. നമ്മളെ ഓരോരുത്തരെയായി കഴിച്ചിട്ട് ഇവന്റെ വയറ് നിറച്ചോട്ടെ. എന്റെ മോട്ടു, നിന്റെ ഇമോഷണൽ ഡ്രാമയൊന്ന് നിർത്ത്. റിയാലിറ്റിയിലേക്ക് വാ. എന്ത് പറ്റി? എന്താ പറ്റിയത്? എന്റെ മോട്ടു, ആ അനാക്കോണ്ടയ്ക്ക് വയറ് നിറയ്ക്കണം. അതിന് വേറെ വഴികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്ത് വഴിയാണുള്ളത്? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ഒന്ന് പറയൂ. ഐഡിയ. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഇനി ഞാൻ എന്റെ ഐലാൻഡിലേക്ക് പോവുകയാണ്. സോറി, ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ബൈ ബൈ, സീ യു. വലിയേട്ടാ, എന്താണിത്? എന്തിനാ ടാക്സി ഇവിടെ നിർത്തിയതെന്ന്? ഞങ്ങൾക്ക് കൊൽക്കത്തയ്ക്ക് ഒന്ന് ചുറ്റി കാണിച്ചതാന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്. വിക്ടോറിയ മെമ്മോറിയൽ ഇപ്പൊ ക്ലോസ് ചെയ്ത് കളഞ്ഞില്ലേ, പിന്നെ ഇവിടെ നിന്നിട്ട് എന്ത് കാണാനാ? എന്റെ പേരാണ് ബോസ്. ബോസിന് വന്നു ജോഷ്. ഇപ്പൊ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവാ. നോക്കൂ അങ്ങോട്ട്, വിക്ടോറിയ മെമ്മോറിയലിന്റെ മതിലിന്റെ മുകളിൽ. അതെ, അല്ല ഞാനിതെന്തായി കാണുന്നത്? പേടിക്കണ്ട, നിങ്ങളിപ്പോ അഥവാ അത് പറയുന്ന എല്ലാം കേട്ടാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത് നിങ്ങളെ കടിച്ച് ശല്യപ്പെടുത്തി എന്നെ പോലെ ആക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുമോ അത് പറയുന്നത്? അല്ല, എവിടെ പോയി എല്ലാരും? അല്ല, എണീറ്റ എല്ലാരും. ഇവിടെ ഇങ്ങനെ വീണ് കിടന്നിട്ട് ഒരു കാര്യവുമില്ല. അത് പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്തേ പറ്റൂ. ആര് എതിർത്താലും അയാളെ അതൊരു വിയർവുൾഫാക്കി മാറ്റും. ഞാനും ഒരു വിയർവുൾഫാണ്. ഇത് കണ്ടോ എന്റെ മുമ്പിലുള്ള കൊമ്പം പല്ല്? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു വേർവുൾഫ് മനുഷ്യന്റെ രൂപത്തിൽ കാണുന്നത്. ജോലി എന്ന് വെച്ചാ എന്ത് ജോലിയാ? ഒന്ന് വെയിറ്റ് ചെയ്യൂ, മെസ്സേജ് വരുന്നുണ്ടാവും. മെസ്സേജ് വന്നു. ഇതിലെന്താ പറയണമെന്ന് വെച്ചാ, വിക്ടോറിയ മെമ്മോറിയലിന്റെ അകത്ത് ക്വീനിന്റെ ഒരു പെയിന്റിംഗ് ഉണ്ട്. ആ പെയിന്റിംഗ് എടുത്തോണ്ട് എന്റെ കയ്യിൽ തരാൻ. പക്ഷേ വെയർവോൾഫിനും പെയിന്റിങ്ങിനും ഇവിടെ എന്താണ് ബന്ധം? പെയിന്റിങ്ങിനെ കൊണ്ട് അതെന്ത് ചെയ്യാനാ? അല്ല, ഞാൻ പകല് മനുഷ്യനാണ്, പക്ഷെ എനിക്ക് പകല് ജോലി ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് വെയർവുൾഫായി മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പെയിന്റിംഗ് കിട്ടിക്കഴിഞ്ഞാ ഞാൻ കോടികൾക്ക് വിറ്റ് ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂല്ലോ. എന്റെ ഫാമിലി ഒത്തിരി അധികം കഷ്ടപ്പാട് സഹിക്കുന്നുണ്ട്. അതെ പത്തലു, ഇയാള് പറയുന്നത് ശരിയല്ലേ? സത്യത്തിൽ ഇവരൊക്കെ പാവങ്ങളാണ്. വരൂ പത്തലു, ആ പെയിന്റിംഗ് ഒക്കെ എടുത്തോണ്ട് വന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം. വരൂ. ഒന്നവിടെ നിൽക്ക്. എങ്ങോട്ടായി പോകുന്നേ? അവൻ പറയുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലേ? എന്നാ പിന്നെ നിങ്ങളുടെ കൈ ഒന്ന് നീട്ടിക്കേ, ഞാൻ കടിക്കാൻ പോവാ. അപ്പൊ നിങ്ങളും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുമല്ലോ. അപ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം ശരിക്കും മനസ്സിലാവും. വേണ്ട, ഞങ്ങള് പോയിക്കോളാം, ഞങ്ങള് പോയിക്കോളാം. അപ്പൊ ഈ ചേട്ടൻ എന്റെ കൂടെ ഇവിടെ നിൽക്കട്ടെ, എനിക്കൊരു കമ്പനി ആവുമല്ലോ. നിങ്ങൾ പെയിന്റിംഗ് കൊണ്ടുവരുന്നവൻ വരെ ഇയാളെ ഞാൻ വിടില്ല. നിങ്ങള് ഞങ്ങളുടേതായിട്ട് ചില കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. പൊളിച്ചെടുത്തല്ല, എന്നെ വിട്ടേക്ക് മമ്മി, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തോ. വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട. അയാളെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഞങ്ങള് വേഗം തന്നെ പെയിന്റിംഗ് എടുത്തോണ്ട് വന്നോളാം. വരൂ കൂട്ടുകാരെ, ഗസീട്ടയെ രക്ഷിച്ചേ പറ്റൂ. വേഗം വരൂ. വരൂ വരൂ. ആ പോവാം. വെരി ഗുഡ്. അപ്പൊ ശരി, എന്നാ പിന്നെ എല്ലാവരും കയറിക്കോളൂ. എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ. വന്നേ, നമുക്ക് പോകാം. സുഹൃത്തുക്കളെ, ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾക്കിത് കയറ് പിടിച്ച് കേറാൻ പോലും അറിയില്ലേ? ഇങ്ങനെ കയറിയാ നിങ്ങൾ എങ്ങനെയാ പെയിന്റിങ് കൊണ്ടുവരിക? എങ്ങനെ കൊണ്ടുവരാന്ന് ഇപ്പൊ പറഞ്ഞു തരാം.
കയ്യിൽ തന്നെ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഞങ്ങള് കയറ് പിടിച്ച് കയറാൻ പറഞ്ഞത്? എന്നാ ഇനി നിങ്ങൾ കയറ് പിടിച്ച് കയറിയാ മതി, ഞങ്ങള് ഫ്ലൈയിങ് ഹെൽമെറ്റിൽ വന്നോളാം. വരൂ. ഞാനിങ്ങനെ കുടുങ്ങിപ്പോയല്ലോ. അയ്യോ അമ്മേ, അയ്യോ അയ്യോ എനിക്ക് വയ്യ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് റിവേഴ്സിൽ പോകുന്നത് കേട്ടാ. മമ്മി പൊളിച്ചെടുത്തല്ലോ. വേർവൾഫ്, മമ്മിയെ രക്ഷിക്കണേ. തനിയ ഇവ നമ്മുടെ കണിയിൽ പെട്ടെന്നാ തോന്നുന്നേ. നമ്മുടെ കയ്യിൽ ആ പെയിന്റിങ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മള് കോടീശ്വരന്മാരാ. പൊളിച്ചെടുത്തല്ലോ. വേർവൾഫ്, മമ്മി രക്ഷിക്കണേ. മമ്മി രക്ഷിക്കണേ. കടിക്കലേ 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 വേർവൾഫ് കടിക്കലേ. ആലോചിക്ക്. എന്തെങ്കിലും വഴി കിട്ടിയേ മതിയാവൂ ഈ പ്രശ്നത്തിൽ നിന്ന് തടിയൂരാൻ. വലിയേട്ടാ, എന്താ ഇപ്പൊ ചെയ്യാ? നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. എന്നിട്ട് ഗസീട്ടാറാമിനെയും രക്ഷിക്കണം. നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും പോളി ഗാഡ്ജറ്റ് ഉണ്ടാക്കി പെയിന്റിംഗ് തയ്യാറാക്കിക്കൂടെ? ചേട്ടാ, എന്റെ ചങ്ങേന്റെ ബ്രോ ഇതാ ഉണ്ടല്ലോ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. വരൂ. ഇന്നാ നിങ്ങളുടെ പെയിന്റിങ്. ഇനിയെങ്കിലും ഞങ്ങളുടെ കൂട്ടുകാരനെ വിട്ടേക്കൂ. ഗസീട്ട എവിടെയാണുള്ളത് ഇപ്പോൾ? നിക്ക് നിൽക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരൻ. രക്ഷപ്പെടാം. എനിക്ക് വേർവുൾഫായി മാറണ്ട. ഇവനെ എന്റെ ബംസിൽ ഒരുപാട് പ്രാവശ്യം കളിക്കൂട്ടാ. ഇനി ഇവൻ എന്നെ വേർവുൾഫായി മാറ്റും. ബംസിലെ കടിച്ചാ വേർവുൾഫ് ആവില്ല, കയ്യിലെ കടിച്ചാലേ വേർവുൾഫ് ആവൂ. വ്യാജ പെയിന്റിംഗ് കൊണ്ട് ഞങ്ങളെ വിഡ്ഢിയാക്കാന്ന് കരുതിയോ? കൈ മുന്നോട്ട് നീട്ട്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. ഞാൻ നിന്നെ വെറുതെ വിടില്ല ഉൾഫേ. വേഗം വാ. അല്ല, എവിടെ ഓടുക നിങ്ങളൊക്കെ? 10 രൂപ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. എനിക്ക് തോന്നുന്നത് ഇവന്മാര് നമ്മളെ പറ്റിക്കാന്നാ ഐഡിയ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഡോക്ടർ ചെട്ക കേൾക്കൂ. മതിയാക്കിക്കോ നിങ്ങളുടെ ഈ നാടക കളിയൊക്കെ. ഇനി ഒരിക്കലും നിങ്ങൾ പറയുന്നത് ഞാൻ കേക്കില്ല. എനിക്കിപ്പോ ഭയങ്കര ദേഷ്യം വന്ന് തുടങ്ങി. വേണ്ട മോട്ടു വേണ്ട. ദേഷ്യപ്പെടരുത്. ആർക്കും ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റില്ല, അതും ഈ ഏരിയയിലുള്ള ഒരുത്തനും. ഐ ആം ആംഗ്രി. ഡോണ്ട് ആംഗ്രി മീ. എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നു. സമാധാനിക്ക് മോട്ടു. ദേഷ്യപ്പെടരുത്. എന്താ നിങ്ങൾ ഒച്ചയാക്കാത്തത്? എന്താ എന്നെ കണ്ട് പേടിക്കാത്തത്? കാരണം എന്താന്ന് വെച്ചാ ഞങ്ങളൊക്കെ ഒരേ വർഗത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ എങ്ങനെയാണോ കടിച്ച് മറ്റുള്ള ആൾക്കാരെ വേർവോൾഫാക്കി മാറ്റുന്നത്, അതേപോലെ ഞങ്ങൾക്കും ദേഷ്യം വരുമ്പോൾ ഞങ്ങളും ഇതുപോലെ വേർവോൾഫായി മാറും. ഇപ്പൊ മോട്ടുവിന് ഒരുപാട് ദേഷ്യം വന്നിരിക്കുകയാണ്. ഇവിടെ എന്ത് നടക്കുന്നത്? അയ്യോ, ഇതെന്താ? ഞങ്ങളെ ശല്യം ചെയ്ത് ഞങ്ങൾ വേർവോൾഫ് ആവുന്നത് പോലെ നിങ്ങൾ ആക്കി കളഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞു, വേണ്ടെന്നും പറഞ്ഞു. പക്ഷെ നിങ്ങൾ അത് കേട്ടില്ല. ഇനി നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല.
ഞങ്ങൾ ഒറിജിനൽ വേർവുൾഫ് അല്ല, ഇത് വെറും ഗെറ്റപ്പ് മാത്രാ. ചെറിയ രീതിയിൽ മോഷണമൊക്കെ ഉണ്ട് ട്ടോ. ഇതാ പിന്നെ ഈ ടാക്സി ഡ്രൈവറില്ലേ എന്റെ പാർട്ട്ണറാ. ഞാൻ ഇതിന്റെ മാസ്ക് മാത്രമാണ് ഇട്ടത്. ഇത് നോക്കൂ, എന്റെ വ്യാജ പല്ല. ഇല്ല, വെറുതെ വിടാൻ ഉദ്ദേശമില്ല. നിങ്ങൾ സത്യമാണോ കള്ളമാണോ? ചിങ്കം സാറേ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യൂ. യെസ്, ഐ എം റെഡി. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ല, എംപോസിബിള്. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാൻ പോവാണ്. അതെ, ഹലോ സാറേ, ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? യെസ്, ലണ്ടൻ. ഇതെന്താ? എന്റെ പൊന്നു സാറേ, ഒന്ന് വേഗം എഴുന്നേക്ക്, കള്ളന്മാരെ പിടിക്കണ്ടേ. ഇങ്ങോട്ട് നോക്കൂ, ഞങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് വെയർവോൾഫാണ്. എന്ത്, നീ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നോ? അപ്പൊ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? വെറുതെ വിടില്ല ഞാൻ. അല്ല, ഇവന്മാര് വലിയ പേര് കേട്ട കള്ളന്മാരാണല്ലോ. എനിക്കറിയാം ഇവന്മാരെ. ഞങ്ങള് കുറെ നാളായിട്ട് ഇവന്മാരെ അന്വേഷിച്ചോണ്ടിരിക്കുക. താങ്ക് യു വെരി മച്ച്. ഇനി ബാക്കിയുള്ള കാലം ജയിലിൽ പോവാം. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ സമയത്ത് നല്ല ചൂടുള്ള സമൂസ കിട്ടുന്ന സ്ഥലം എവിടെയായിരിക്കും? Watch India's largest kids library only on Jio Hotstar. Download the app now.